ഈ വീട്ടിൽ നിന്നെക്കാട്ടി വലിയൊരു കലാകാരി ഉണ്ട്. അങ്ങനെ പറ കൊച്ചമ്മ. അതാരും ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ കലാകാരിയായിട്ട്. ആണോ? ഈ ഞാനും. അമ്മ ബിസിനസ് കാര്യല്ലേ, അമ്മ എന്താ കലാകാരി? ബിസിനസ്സുകാരി. കൊച്ചേ, ഞാൻ 10 കൊല്ലം ശാസ്ത്രീയ നൃത്തം പഠിച്ചു, ശാസ്ത്രീയ സംഗീതം പഠിച്ചു, കഥകളി പഠിച്ചു. കേട്ടോണം, ഇതിലൊക്കെ ഉപരിയായിട്ടേ നിന്നെക്കാട്ട് വലിയ വിശേഷപ്പെട്ടൊരു ഗുണം എനിക്കുണ്ട്. ഇച്ചിരി അക്ഷരാഭ്യാസം കൂടുതലാ. പുസ്തകം വായിക്കും, എഴുതും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അല്ല ചുമ്മാ വീട്ടിൽ കുത്തി ഉറങ്ങുകയും സിനിമ കാണുകയല്ല. അമ്മ ശാസ്ത്രീയ നൃത്തം പഠിച്ചിട്ടുണ്ടോ? അയ്യോ, പഠിച്ചിട്ടുണ്ടോന്ന്. അതാ എനിക്കൊരു മുദ്ര കാണിച്ചേ. അല്ല കുഴപ്പമില്ല. പതാക, ഘടകം, നിന്റെ കർത്തരി മുഖം, ഇതെല്ലാം ഇതിനകത്തുള്ളതാ. ഇതൊക്കെ ഏത് പതാകയും കർത്തരി മുഖവും ഘടകവും? അത് നീ പഠിച്ച ഡാൻസ്. ഞാൻ പഠിച്ച ഡാൻസിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് കർത്തരി മുഖവും പതാക. ഇതൊന്നും അല്ല. അതെ, ഇതെന്ന് പറഞ്ഞാലേ മറ്റേ പൂട്ടാനിലുള്ള ആൾക്കാരുടെ മുദ്രയാണ്. അതെ, കറക്റ്റാ നീ പറഞ്ഞത്. അത് പ്രത്യേക തരം മുദ്രയാണ്, ഭൂട്ടാൻ മുദ്ര. സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. മനസ്സിലാവില്ല അല്ലേ? എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു മത്സരം വെക്കാം. എന്ത് മത്സരം? ശാസ്ത്രീയ നൃത്തം. അമ്മയ്ക്കും അറിയാലോ, എനിക്കും അറിയാലോ. വെച്ചോ. വെക്കും. പിന്നെ ഒരുപാട് തയ്യാറെടുപ്പെടുക്കണം. പിന്നെ എനിക്കും തയ്യാറെടുപ്പെടുക്കണം. നാളെ മറ്റേ എന്തോ ഒരു കവിതയുടെ പ്രോഗ്രാം എന്തോ ഉണ്ടല്ലോ. അതെ, അതിന് അവിടെ തന്നെ ആയിക്കോട്ടെ. അല്ല, അതിന് അവര് സമ്മതിക്കൂല അല്ലേ? അത് സമ്മതിപ്പിച്ചെടുത്തോളാം. ഓക്കെ, നമുക്ക് മത്സരത്തിൽ കാണാം. നീ എന്ത് ഇങ്ങനെ ആവശ്യമില്ലാത്ത കാണാം. പിന്നെ അമ്മ ചേച്ചി അങ്ങനെയൊക്കെ വെല്ലുവിളിച്ചപ്പോ എനിക്കും പറയാനുള്ള ത്വര വന്നു. വല്ലാത്ത ത്വരയായി പോയേട്ടാ, പറയാതിരിക്കൂല. നിന്നെ അല്ല സ്റ്റേജിലോട്ട് വിളിച്ചത്, ഈ വയസ്സായ എന്നെയാണ് വിളിച്ചത്. ചേച്ചി അങ്ങ് മറക്കുന്നേ. അതിനേക്കാളും എന്തുമാത്രം വലിയ വെല്ലുവിളികൾ നടത്തിയിട്ടുണ്ട്. അതൊന്നും നടത്തിയിട്ടുണ്ട്. നീ എങ്ങനെയെങ്കിലും അതൊന്ന് കേട്ടോ. സുരഭി പറഞ്ഞതുപോലെ ലക്ഷ്മി കുഞ്ഞല്ലേ, ഇത് പറഞ്ഞിട്ട് അങ്ങ് പോവും, പിന്നെ അതൊക്കെ അങ്ങ് മറന്നോളും. നടക്കുന്ന മട്ട് വല്ലതും കണ്ട കാണുന്നു, അതിനുള്ള ബദൽ സംവിധാനം നോക്കിക്കും. ഞാൻ നോക്കിക്കോളാന്ന് കൊച്ചമ്മ ധൈര്യമായിട്ടിരി. പിന്നെ കൊച്ചമ്മ കാണിച്ച പതാകയൊന്നും അല്ല കേട്ടാ മുദ്ര. അറിയായിരുന്നു. പിന്നെ ടിവിയിൽ കണ്ട എനിക്കറിയാം. പതാക അങ്ങനെന്തോ അല്ലെന്ന് എനിക്കും അറിയാടാ. ഇട്ടുകൊടുക്കാൻ പറ്റുമോ? പതാക നമ്മള് കാണിക്കുന്ന പതാക. ആ പൂട്ടാനുള്ള പിടി എങ്ങനെ ഉണ്ടായിരുന്നു? അത് സൂപ്പർ. അവിടെയാണ് എന്റെ കളി. എന്റെ കൊച്ചമ്മ ഒരിടത്തും തോക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, തോക്കാൻ ഞാൻ സമ്മതിക്കേ. അല്ല, നീ എന്തോ ഡാൻസിന് പോണോ? നാളെ ഒരു മത്സരമുണ്ട്. ഗുസ്തി ആയിരിക്കും. നിങ്ങളുടെയൊക്കെ നാട്ടില് ഗുസ്തി മത്സരത്തിന് തെലങ്ക കിട്ടുക. എതിരാളി അമ്മ. അയ്യോ, എന്റെ ലക്ഷ്മി, നിന്റെ അമ്മ ഈ പ്രായത്തിൽ ഡാൻസ് കളിച്ചാല് നല്ല തമാശ. നല്ല തമാശയായിരിക്കും അല്ലേ? എന്നാ എന്റെ അമ്മയല്ല, നിങ്ങളുടെ അമ്മയാ. എന്റെ അമ്മയാ? എന്റെ അമ്മ കളിക്കാൻ നിന്റെ അടുത്ത് പറഞ്ഞ? അമ്മ പറഞ്ഞു. എനിക്ക് വിശ്വാസമൊന്നുമില്ല, പിന്നെ ഞാനത് നോക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ലക്ഷ്മി, വെറുതെ ആവശ്യമില്ലാത്തൊന്നും പോവരുതേ. അമ്മയെ കളിക്കാൻ ഞാൻ സമ്മതിക്കൂല. അതെ, നിങ്ങളായിട്ട് പിന്തിരിപ്പിക്കാതിരുന്നാ മതി. അമ്മ നല്ല വാക്ക് പറഞ്ഞിട്ടിരിക്കുകയാണ് കളിക്കാന്നുള്ളത്. പിന്നെ അമ്മയായിട്ട് പിന്തിരിയാണെന്നുണ്ടെങ്കിൽ എന്നോട് തോൽവി സമ്മതിച്ചോട്ടെ, അപ്പൊ എനിക്ക് കുഴപ്പമില്ല, ഞാനും മാറാം. ഞാൻ സമ്മതിക്കൊന്നുമില്ല അമ്മയെ കയറി കളിക്കാൻ. അത് ഈ പ്രായത്തിലാ. നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലാന്നുണ്ടെങ്കിൽ ഈ മത്സരം നടക്കും. നാളെയാണ് മത്സരം. വേണമെന്നുണ്ടെങ്കിൽ കാണാൻ വരാം. ഞാനൊന്ന് കാണട്ടെ, ഭാര്യയ്ക്ക് കൈയെടുക്കുമോ അതോ അമ്മയ്ക്ക് കൈയടിക്കുമോ എന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം, ഇന്നും നാളെയും ഞാൻ ആ മത്സരത്തിന്റെ പ്രാക്ടീസിലായിരിക്കും. എന്നെ ഒരു കാര്യത്തിനും വിളിച്ചേക്കരുത്. നിങ്ങളുടെ കാര്യം നിങ്ങൾ തന്നെ നോക്കിക്കോണം. അതല്ലെങ്കിലും എന്റെ കാര്യം ഞാൻ തന്നെയല്ലേ നോക്കണം. എന്നാ അങ്ങനെ ആയിക്കോട്ടെ. എത്ര നാളായി. അമ്മ ശരിക്കും അങ്ങനെ പറഞ്ഞ? അമ്മ ശരിക്കും അങ്ങനെ പറഞ്ഞു. ഈ അമ്മ ഇതെന്തോന്ന് ഭാവിച്ചോണ്ട്? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.